എന്താ? ചുമ്മാ ഞാനിവിടെ പണിയൊക്കെ എവിടം വരെയായി നോക്കാൻ വന്നതാ. ഇത് താൻ വരച്ചയാണോ? ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താൻ കാര്യം പറ. അതെന്താ? എനിക്ക് വരയ്ക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷേ എന്റെ ചിത്രം വരയ്ക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും എനിക്കിത് ക്യാൻവാസിലേക്ക് പകർത്തണം എന്ന് തോന്നും. കൊള്ളാം. എന്നാ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ജോലിക്ക് പോയോ? പോവേണ്ട സമയായി. റെഡിയായി നിൽക്ക. രാവിലെ തന്നെ നല്ല പണിയല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഇതും. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാടും എടുത്തോ? ഏയ്, നാടെങ്ങനെ മടുക്കാനാ? എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളല്ലേ. പിന്നെന്താ പ്രശ്നം? ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പാ. എന്തോ ഒരു വലിയ പണി വരാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇതിലും വലിയ പണി പിന്നെന്താ വരാനുള്ളേ? മനസ്സിലായില്ല. അല്ല, ഈ വീട് വൃത്തിയാക്കുന്ന പണിയെ ഇതിപ്പോഴെങ്ങാനും കഴിയോ? എവിടുന്ന്? ഇതൊരു അണ്ടകടാകം പോലെ ഇങ്ങനെ കിടക്കല്ലേ. തൽക്കാലം 1-2 മുറി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ശരി, ഞാനും കൂടാ. ഇയാള് തന്നെ വിചാരിച്ചാ ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഓ, വളരെ സന്തോഷം. ചൂല എവിടെ? ചൂല് ദാ അവിടെ കിടക്കും. എവിടെ? അത് ശരി, ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. സോറി ഫ്രണ്ട്സ്. കൈ എന്താ ഐസ് പോലെ ഇരിക്കുന്നത്? പെൺകുട്ടികളുടെ ശരീരത്തിൽ സാധാരണ ചെറിയ ചൂടല്ലേ? അത് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനെ നല്ല തണുപ്പാ. അല്ല, ഇയാള് കൊള്ളാലോ. പെണ്ണുങ്ങളുടെ ശരീരത്തെ പറ്റി നല്ല ധാരണയല്ലേ? ഏറെക്കുറെ. സ്ലിപ്പായി പോയി. നന്നായി. മോനെ സാധനങ്ങളൊക്കെ എടുത്തേ പെട്ടിയിലിടാൻ നോക്ക്. ഓ ശരി. ഇതൊക്കെ മുമ്പ് താമസിച്ചിരുന്നവന്റെ ആന്നല്ലേ പറഞ്ഞ്? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ. കല്ലും ബുക്സും കുന്തവും കുടച്ചക്രവും സകല ഐറ്റംസും ഉണ്ട്. ഹലോ, ഇത് ഏത് ലോകത്താ? അതിങ്ങ് തായി പെട്ടിയടക്കട്ടെ. അതിങ്ങ് തരാൻ. വേണ്ട, ഇതിവിടെ ഇരുന്ന് ശരിയാവില്ല. അല്ല, ഇത്രയും നാൾ ഇവിടെ തന്നെയല്ലേ ഇരുന്നിരുന്നത്? പിന്നെ ഇത് വെറൊരു കല്ലല്ലേ, ബോംബൊന്നും അല്ലല്ലോ. ഇത് വേറൊരു കല്ലല്ല ശാന്തനു, ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച ഒന്നാ. ഇത് എന്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാ.
എന്ത് പ്രശ്നം? എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. മാജിക് സ്റ്റോൺ? എന്ത് മാജിക് സ്റ്റോൺ? ഇതിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും തള്ളരുത്. കുറെ കേട്ടിട്ടുണ്ട്. നാഗമാണിക്യം, വെള്ളിമൂങ്ങ, നീലക്കൊടുവേലി, ദേ ഇപ്പൊ മാജിക് സ്റ്റോണും. ഇനി വേറെ വല്ലതുണ്ടോ ഇതുപോലെ എന്തെങ്കിലും? തന്നെയെന്നല്ല, ഒരാളെ എനിക്കിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. ഉം. പക്ഷെ ചെയ്തു നോക്കിയാ താനെ മനസ്സിലാവും, ഈ ലോകത്ത് മനുഷ്യന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറം മറ്റു പലതും ഉണ്ടെന്ന്. എന്താ, ട്രൈ ചെയ്ത് നോക്കുന്നോ? പിന്നെ ഇങ്ങനൊരു കല്ലുണ്ടെ പിന്നെ എല്ലാം എന്താ എളുപ്പാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച കല്ലാന്ന്. ചില മനുഷ്യർ അങ്ങനെയാണ് ശാന്തനു. നമ്മുടെ അനുഭവത്തിൽ വരാത്ത ഒന്നും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ദയവായിട്ടൊരവസരം തരും. മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് തൻ്റെ സൃഷ്ടിയെന്ന് കാണിക്കാൻ. അപ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. അവസരം ഉപയോഗിച്ചാ നമ്മൾ നടക്കില്ലെന്ന് വിചാരിക്കുന്ന പല ആഗ്രഹങ്ങളും നടന്നെന്ന് വരും. ഇപ്പോ വിശ്വാസായോ? നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ ലോകമെന്ന്. വിസ്മയിപ്പിക്കാൻ തീരുമാനിച്ച ദൈവത്തേക്കാൾ വലിയൊരു മജീഷ്യനില്ലെന്ന്.
എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഒന്നും പറയാറായിട്ടില്ല. ഫിറ്റ്സ് വന്നാണ് കോംപ്ലിക്കേഷൻ ആയത്. ഇടയ്ക്ക് അഹല്യ എന്നൊരു പേര് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അറിയില്ല സർ. ഹോസ്പിറ്റലിൽ നിന്നാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നത്. ഗൗതമന്റെ ഭാര്യയെ റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം കോടികൾ വിലമതിക്കുന്ന പഞ്ചലോ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാളെ ആക്രമിച്ചത്. സജി, സ്റ്റേ ബാക്ക്. യെസ് സർ. വാട്ട് ഡു യു ഫീൽ? കഥ ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് അയാളുടെ മൊഴി കംപ്ലീറ്റ് ആയാലേ നമുക്കൊരു സ്റ്റാർട്ട് കിട്ടൂ. സർ, എന്തു പറയുന്നു സജി? ശരിയാണ് സർ. അന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശാന്തന് വളരെ അബ്നോർമലായി ബിഹേവ് ചെയ്തു. എന്തോ മെന്റൽ ഷോക്ക് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എന്താ അയാളുടെ സിറ്റുവേഷൻ? ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാർ, ഇത് ആ കേസുമായി ബന്ധപ്പെട്ട എൻ്റെ ഇനീഷ്യൽ ഫൈൻഡിങ്സ് ആണ്. ഇതിൽ പറയുന്ന ഈ പഞ്ചലോഹ വിഗ്രഹം ഗൗതമന്റെ കയ്യിൽ എങ്ങനെ വന്ന് പെട്ടത്? ആന്റിക് ബിസിനസ് ഒന്നുമല്ല സർ. അത് അയാളുടെ കുടുംബക്ഷേത്രത്തിലെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കുടുംബക്ഷേത്രത്തിനെ കുറിച്ച് അന്വേഷിച്ചു? ഇല്ല സർ, അന്വേഷിക്കാം. ഈ ഗൗതമിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം എന്തോ സെമിനാറിൽ പങ്കെടുക്കാനാണ് അയാൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. സെമിനാർ ക്യാൻസലായി പിറ്റേ ദിവസം തന്നെ അയാൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയ ഗൗതമൻ കാണുന്നത് അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ശാന്തനുവിനെയാണ്. അകത്ത് ചെന്നപ്പോൾ ഭാര്യയെ തലക്കടിച്ചു കൊന്നിരിക്കുന്നു. And she was raped too. അതെ സർ. സാറെന്താ ആലോചിക്കുന്നത്? നമ്മൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ ക്രിമിനൽ ശാന്തനുവാണ്. സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിവിദഗ്ധമായിട്ട് മോഷണം നടത്തുന്നത്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു കേസിലും റേപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ മാത്രം അതെങ്ങനെ നടന്നു? സജി, ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താരാണ്? വല്ല ഇൻഫർമേഷൻ? ഇല്ല സർ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ആരാണ് ഇൻഫോം ചെയ്തത്? ഹോസ്പിറ്റലുകാരാണ് ഇൻഫോം ചെയ്തത്. അവർ തന്ന ശാന്തനുവിന്റെ പ്രോപ്പർട്ടീസിൽ വിഗ്രഹം ഉണ്ടായിരുന്നു. ഓ സർ, ഒരു ഡൗട്ട്. യെസ്. സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ശാന്തനു വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ കൊല്ലപ്പെട്ട സ്ത്രീ കണ്ടിട്ടുണ്ടെങ്കിലോ? സ്വാഭാവികമായും അവരത് തടയാൻ ശ്രമിക്കും. ആ സ്ട്രഗിളിനിടയിലാണ് മർഡർ നടക്കുന്നതെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ആ. പക്ഷെ പൂർണ്ണ സമ്മതത്തോടെയുള്ള സെക്സും റേപ്പിലും തമ്മിൽ വ്യത്യാസമില്ല നാസറേ. സജി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഓ സർ, റേപ്പ് ചെയ്തതിനു ശേഷം തലക്കടിച്ചു കൊന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അപ്പോൾ ദാറ്റ് ഡൗട്ട് ഇസ് ക്ലിയർ. സർ, ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് മുങ്ങിയ ഒരാളല്ലേ? അയാളെ പൊക്കാൻ കഴിഞ്ഞാൽ ഒരു ക്ലൂ കിട്ടില്ലേ? തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിൽ CCTV ഉള്ളതല്ലേ, അപ്പോൾ അധികം മെനക്കെടേണ്ടി വരില്ല. പക്ഷെ ശാന്തനു സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഹീറോ ആരാ വില്ലൻ ആരാ എന്നുള്ളത് ഇപ്പോഴും സസ്പെൻസ് അല്ലേ? ഹലോ. ഓക്കെ സാർ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ശാന്തനു ശാന്തനു കമോൺ ശാന്തനു, സ്പീക്കപ്പ്. തന്റെ ഭാവാഭിനയം കണ്ടു നിൽക്കാനുള്ള സമയമില്ല ഞങ്ങൾക്ക്. അതിനുശേഷം അന്ന് അവിടെ എന്താ സംഭവിച്ചത്? പറയാം സർ, ഞാനെല്ലാം പറയാം. കുറച്ച് വെള്ളം കുടിക്കുന്നോ? മനസ്സൊന്ന് ശാന്താവും.
എന്തു പറ്റി ശാന്തനു? സ്വന്തം രൂപത്തിൽ ഇനിയും വിശ്വാസായില്ലേ? ഇപ്പൊ മനസ്സിലായോ മനുഷ്യന്മാരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന്? അതിപ്പോ എനിക്ക് തന്നെ വിശ്വാസമുണ്ടല്ലോ എനിക്ക് എന്നെ പറ്റിക്കാൻ സാധിച്ചത്. വിശ്വാസോ? അതും മനുഷ്യന്മാര് തമ്മില്. അതങ്ങനെയല്ല ശാന്തനു. സ്വന്തം സ്വാർത്ഥതയ്ക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മനുഷ്യൻ എന്ത് കല്ല് വെച്ച നുണയും വിശ്വസിക്കും. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഈ കല്ല് വെച്ച നുണ ഞാനും വിശ്വസിച്ചത്. എന്നിട്ട് വല്ലോ നടന്നോ? അതുമില്ല. ഇനിയിപ്പോ ഇത് കളഞ്ഞേക്കാം അല്ലേ? ഏയ്, അത് കളയല്ലേ. അതിങ്ങതാ. ഒരു കല്ലിനോട് ഇത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ശാന്തനു, പുരാണത്തിൽ അഹല്യയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഉം. ശാപം കിട്ടി കല്ലായി മാറിയ അഹല്യ. അതുപോലെ ശാപം കിട്ടിയ ജന്മം എന്റേത്. അഹല്യ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ശാപം കിട്ടിയേ? ഇയാളെന്ത് തെറ്റാ ചെയ്തേ? പ്രണയം. പ്രണയിക്കുന്നൊരു തെറ്റാണോ ശാന്തനു? ഞാനിത് പറയാൻ പാടില്ല. പക്ഷെ ആളെന്തരോ നോക്കി പ്രണയിച്ചില്ലെങ്കിൽ പ്രണയം ഒരു തെറ്റാണ്. ഒരിക്കലും അല്ല. അങ്ങനെ പ്രണയം തെറ്റാണെങ്കിൽ ദേവേന്ദ്രൻ ഒരു കുറ്റക്കാരനല്ലേ? അതെ, പക്ഷെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട് ശാന്തനു. ഈ കല്ല് എനിക്കൊരു ഓർമ്മയാണ്. അതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മയോ? ആരുടെ ഓർമ്മ?